കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇതേതാണ് മാസം? ഇംഗ്ലീഷ് മാസം അല്ല, മലയാളത്തിൽ ഇതേത് മാസമാണ്? കർക്കിടകം. മാസങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിലും പേര് പറയാറുണ്ട്, മലയാളത്തിലും നമ്മൾ പേര് പറയാറുണ്ട് അല്ലേ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് പേരുകൾ. ചിങ്ങം, കന്നി, തുലാം ഇതൊക്കെ മലയാളം പേരുകൾ. ഇത് കർക്കിടകം എന്ന മലയാള മാസം. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്, ഈ കർക്കിടകം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? പഞ്ഞക്കർക്കിടകം. അതെന്താ പഞ്ഞം എന്ന് പറഞ്ഞ? ഇല്ലായ്മ. പ്രധാനമായിട്ടും വീടുകളിൽ ആവശ്യത്തിന് ആഹാരം കഴിക്കാനില്ലാത്ത ഒരവസ്ഥ. അത് ഈ മാസത്തിലാണ് സംഭവിച്ചിരുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? പണ്ട് കാലങ്ങളിലെ ഈ ജൂൺ, ജൂലൈ മാസം എന്നൊക്കെ പറഞ്ഞാല് ഇഷ്ടം പോലെ മഴ പെയ്യുന്ന സമയമായിരുന്നു. ഇന്ന് അത്രയ്ക്കൊന്നും മഴയില്ല, നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിയില്ലേ? അപ്പോ അന്ന് നിർത്താതെ മഴ പെയ്യുന്ന മൺസൂൺ കാലം. അങ്ങനെ നിർത്താതെ മഴ പെയ്യുമ്പോ എന്തു പറ്റും? വയലുകളിലെല്ലാം വെള്ളം പൊങ്ങും. ആൾക്കാര് കൂടുതലും ജീവിച്ചിരുന്നത് കൃഷിയെ ആശ്രയിച്ചാണല്ലോ. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കാരണം ജോലിക്ക് പോകാൻ പറ്റാതാകും, കൃഷിപ്പണി ചെയ്യാൻ പറ്റാതാകും. കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളർത്തിയെടുത്ത പല സാധനങ്ങളും വെള്ളത്തിലാവുകയും ചെയ്യും. അപ്പോ ആൾക്കാർക്ക് ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ടാണ് കർക്കിടകത്തെ പഞ്ഞക്കർക്കിടകം എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു കർക്കിടക മാസത്തിൽ ഒരു ചേട്ടനും അനിയത്തിയും കൂടി ഒരു ചെറിയ യാത്ര പോയി. എങ്ങോട്ടാണെന്നോ? അവരുടെ വീടിന് കുറച്ചകലെയായുള്ള ഒരു ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക്. എന്തിനാ പോയതെന്നോ? അവരുടെ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ പോയി അമ്മ പറയുന്ന സാധനമുണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെങ്കിൽ അത് വാങ്ങിട്ട് വരണം. ഇതും പറഞ്ഞ അമ്മ കുട്ടികളുടെ കയ്യില് ഒരു മൺപാത്രം കൊടുത്തു. ചേട്ടനും അനിയത്തിയും വളരെ സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ പോണമെങ്കിൽ കുറച്ച് നടക്കണം. ഇങ്ങനെയുള്ള യാത്രകൾ ചേട്ടനും അനിയത്തിക്കും വലിയ ഇഷ്ടമാ. വർത്തമാനമൊക്കെ പറഞ്ഞ്, പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട്, പൂക്കളൊക്കെ പറിച്ച്, പരിചയമുള്ള നാട്ടുകാരോട് വർത്തമാനമൊക്കെ പറഞ്ഞ്, ചിരിച്ച് ഉല്ലസിച്ച് അങ്ങനെയുള്ള യാത്ര ചേട്ടനും അനിയത്തിക്കും വലിയ ഇഷ്ടമാണ്. മൺപാതയിലൂടെയുള്ള യാത്ര. അങ്ങനെ രണ്ടുപേരും നടന്ന് നടന്ന് ലക്ഷ്മി അമ്മയുടെ വീട്ടിലെത്തി. ലക്ഷ്മി അമ്മയെ വിളിച്ചു. അവർ പുറത്തേക്ക് വന്നു. കുട്ടികളെ കണ്ടതും വളരെ സ്നേഹത്തോടെ അവർ ചോദിച്ചു, ആഹാ, മക്കളാണോ വന്നത്? അമ്മയും അച്ഛനും ഒക്കെ സുഖമായിരിക്കുന്നോ? ഈ രീതിയിൽ ലക്ഷ്മി അമ്മ കുട്ടികളോട് കുശലം ചോദിച്ചു. അതിനെല്ലാം കുട്ടികൾ മിടുമിടുക്കരായി മറുപടി പറഞ്ഞു. നിങ്ങൾ വിശേഷിച്ചെന്തെങ്കിലും പറയാനാണോ വന്നത്? ചേട്ടൻ പറഞ്ഞു, അതെ, അമ്മ പറഞ്ഞു ഇവിടെ ഉപ്പുമാങ്ങയുണ്ടെങ്കിൽ 2 എണ്ണം തന്നുവിടാൻ. ഓ, അത് ശരി, ഉപ്പുമാങ്ങയുണ്ട് കേട്ടോ, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കുട്ടികളുടെ കയ്യിൽ നിന്ന് പാത്രവും വാങ്ങി ലക്ഷ്മി അമ്മ അകത്തേക്ക് പോയി. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞാൽ? എന്റെ കുഞ്ഞുമണികൾക്ക് അറിയാമോ? ഉപ്പിലിട്ട മാങ്ങ. മാങ്ങ, മാംഗോ, അതെല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മുടെ നാഷണൽ ഫ്രൂട്ടാണ് മാംഗോ. പണ്ട് കാലത്തെ ആൾക്കാര് വളരെ ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്തിരുന്നു. ഇഷ്ടം പോലെ ചക്കയും മാങ്ങയും ഒക്കെ മരങ്ങളിൽ ഉണ്ടാവുന്ന സമയത്ത് ആവശ്യത്തിന് അവർ കഴിക്കും. ബാക്കിയുള്ളത് കേടാകാത്ത രീതിയിൽ സ്റ്റോർ ചെയ്തു വെക്കും. ഇതുപോലെ ഭക്ഷണം കിട്ടാനില്ലാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് അത്തരത്തിൽ മാങ്ങ സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതിയാണ് ഈ ഉപ്പിലിട്ട മാങ്ങ. ഒരു വലിയ ഭരണിയിൽ വെള്ളമൊഴിച്ച് അതിൽ മാങ്ങ മുഴുവനായോ അരിഞ്ഞോ ഇട്ട്
ഉപ്പിട്ട് കാന്താരി മുളകിട്ട് അടച്ചു വെക്കും. എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോഴുണ്ടല്ലോ, അതിന് എന്തൊരു സ്വാദാണെന്നോ. ഹോ, ആ ഉപ്പിലിട്ട മാങ്ങയ്ക്ക് പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കാൻ പാകത്തിന് വെള്ളം വരുന്നുണ്ട്. ആ ഉപ്പുമാങ്ങ ചോദിച്ചാണ് കുട്ടികളെ അമ്മ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് അയച്ചത്. ലക്ഷ്മി അമ്മ അടുക്കളയിൽ ചെന്ന് ഉപ്പുമാങ്ങ ഭരണി തുറന്ന് അതിൽ നിന്നും 4 ഉപ്പുമാങ്ങയും കുറച്ച് വെള്ളവും കൂടി ആ പാത്രത്തിൽ ഒഴിച്ചു. അത് തിരികെ കൊണ്ടുവന്ന് ചിരിച്ചുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. അവർ ഉത്സാഹത്തോടെ ആ പാത്രത്തിലേക്ക് നോക്കി. 2 പേർക്കും ഉപ്പുമാങ്ങ കണ്ടിട്ട് കൊതി സഹിക്കാൻ പാടില്ല. 2 പേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. ചേട്ടൻ ഒരു വാഴയില കീറുകൊണ്ട് ആ പാത്രം അടച്ചു വെച്ചു. സൂക്ഷിച്ചു പോണം കേട്ടോ, ലക്ഷ്മി അമ്മ കുട്ടികളോട് പറഞ്ഞു. കുട്ടികൾ സന്തോഷത്തോടെ തലയാട്ടി തിരികെ നടന്നു. ഇപ്പോൾ അവർക്ക് വലിയ ഉത്സാഹമാണ്. കാര്യം അവരുടെ കയ്യിൽ എന്തുണ്ട്? ഉപ്പുമാങ്ങയുണ്ട്. വീട്ടിൽ ചെന്നാൽ ഇത് കഴിക്കാം. അത് ഓർത്തുകൊണ്ടാണ് അവർ നടക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരു തോടിന്റെ അടുത്തെത്തി. അപ്പോൾ അനിയത്തിക്കുട്ടി പറഞ്ഞു, ചേട്ടാ, എനിക്ക് കൊതി സഹിക്കാൻ വയ്യ. ഈ ഉപ്പുമാങ്ങ ഒന്ന് രുചിച്ചു നോക്കട്ടെ. ശരി, നീ ഒന്ന് രുചിച്ചു നോക്കിക്കോളൂ, ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ പതുക്കെ ആ പാത്രം താഴെ വെച്ചു. എന്നിട്ട് വാഴയില കീറ് മാറ്റി. അനിയത്തി തന്റെ കുഞ്ഞു വിരൽ കൊണ്ട് ആ ഉപ്പുവെള്ളത്തിലൊന്ന് തൊട്ടിട്ട് നാവിൽ വെച്ചു. എന്ത് രുചിയാണിതിന്! ഹോ, എനിക്കൊരു മാങ്ങ കൂടി തരുമോ? അനിയത്തി ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ, അമ്മ പറഞ്ഞതല്ലേ നമ്മൾ ലക്ഷ്മി അമ്മ തരുന്നത് അതുപോലെ വീട്ടിൽ കൊണ്ടുചെന്ന് കൊടുക്കണമെന്ന്. അപ്പോൾ ഇപ്പൊ മാങ്ങ കഴിക്കുന്നത് ശരിയല്ല. അമ്മ പറഞ്ഞത് നമ്മള് കേൾക്കണം. അനിയത്തിക്കുട്ടി തലയാട്ടി. 2 പേരും കൂടി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി അമ്മേ അമ്മേ കുട്ടികൾ അമ്മയെ വിളിച്ചു. അമ്മ പുറത്തേക്ക് വന്നതും അവർ സന്തോഷത്തോടെ മൺപാത്രം അമ്മയെ ഏൽപ്പിച്ചു. മൺപാത്രത്തിലേക്ക് നോക്കിയപ്പോൾ വാഴയിലക്കീറിന്റെ അടിയിൽ സുരക്ഷിതരായിരിക്കുന്ന 4 മാങ്ങാ കുഞ്ഞുങ്ങളെ അമ്മ കണ്ടു. കുറച്ച് മാങ്ങാവെള്ളവും. അമ്മയ്ക്കും സന്തോഷമായി. ഉച്ച സമയമായപ്പോൾ അമ്മ വിളിച്ചു, മക്കളെ വാ, ആഹാരം കഴിക്കാം. അപ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല 4 കുട്ടികൾ ഓടി വന്നു. ചേട്ടനും അനിയത്തിയും അവരുടെ അനിയനും പിന്നൊരനിയത്തിയും, അങ്ങനെ 4 കുട്ടികൾ വന്നു. 4 കുട്ടികൾ നിലത്തിരുന്നു. അമ്മ 4 പിഞ്ഞാണപാത്രങ്ങൾ വച്ചു. അതിലേക്ക് കഞ്ഞി ഒഴിച്ചു. മറ്റൊരു പാത്രത്തിൽ അമ്മ മാങ്ങയുമായി വന്നു. ഉപ്പുമാങ്ങയുമായി. മുഴുവൻ മാങ്ങകളെ അമ്മ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഓരോ കുട്ടിക്കും കുറച്ച് മാങ്ങാ കഷ്ണങ്ങളും മാങ്ങയുടെ വെള്ളവും അമ്മ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങൾ കൊതിയോടെ രുചിയോടെ ആ കഞ്ഞി ആസ്വദിച്ചു കുടിച്ചു. അവർ കഴിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഇതാണെന്ന് അവർക്കന്ന് തോന്നി. കുഞ്ഞുമണികളെ, ഇതാണ് ഉപ്പുമാങ്ങ എന്ന നമ്മുടെ കഥ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം. ഒരു പക്ഷേ അവർക്കും ഇതുപോലെ പഞ്ഞക്കർക്കിടകത്തിന്റെ ഒരുപാട് കഥകൾ ചിലപ്പോൾ അറിയാമായിരിക്കും. ഇന്ന് കർക്കിടകത്തിന് പഞ്ഞക്കർക്കിടകം എന്ന പേരില്ല. കാരണം എല്ലായിടത്തും എല്ലാം കിട്ടും. എങ്കിലും ആഹാരത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അതുകൊണ്ട് ഓരോ തവണയും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഭക്ഷണത്തിനെ ബഹുമാനത്തോടെ നന്ദിയോടെ നമ്മൾ കാണണം. അത് പാഴാക്കാതെ കഴിക്കുകയും വേണം.
ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥയും കഥയിലെ കാര്യവും. ഇനി പേരുകൾ പറയണ്ടേ? ഒരുപാട് പേരുകൾ കേൾക്കാനായി കാത്തിരിക്കുകയാണ്. ധനുർദേവ്, സ്വര ഷെമിൽ, ജോഹാന മറിയം ഷീറോ, ഋത്വിക അരുൺ, റിദ ഫാത്തിമ, വിയാൻ രാമാനുജൻ, യുവ യാലിഷ്, ഹാദി മിയാൻ, ഐറ സൂസൻ, അഭയ മാവേലിൽ, കരുണ മാവേലിൽ, കശ്യപ് ശ്രീജിത്ത് നായർ, ദിവിത് സുകേഷ്, സ്നേയ, അദ്വിക് ജി ത്രിലോക് നാരായണൻ, ഋഷികേഷ്, ഹെയ്സ ഡോം, ഈവ ഡോൺ, എല്ല ഡോൺ, ജസ്റിൻ ജിമ്മി, മിക്ക തോമസ്, ധൻഷിക നിതീഷ്, ലാന്യ അഖിൽ, നമസ്വി ത്രിധാര സൂരജ്, ടിയാര സെറീൻ എ ബി കൺമണി, അയാൻ കോശി എ ബി, ആദി, അഷ്ന എമിക്കുട്ടി, ആന്റോണിയോ അഗസ്റ്റിൻ, അഥർവ് എ, മിത്ര മാധവ്, അഥർവ് അച്ചുക്കുട്ടൻ, അഭിറാം വിഷ്ണു, അർജുൻ ശ്രീജിത്ത്. പിന്നെ നമ്മുടെ പിറന്നാൾ കുട്ടികൾ: ലയ നായർ, മിതാക്ഷി മിത്തു. പിറന്നാൾ കുട്ടികൾക്ക് പിറന്നാൾ ആശംസകൾ. സ്നേഹമറിയിച്ച എല്ലാ ചക്കരക്കുട്ടികൾക്കും ചക്കരയുമ്മ ഉമ്മ. കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെങ്കിൽ അച്ഛനമ്മമാരെ വേഗം നമ്മുടെ ആപ്പിൾ സ്റ്റോറി ക്ലബ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോന്നോളൂ. പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. എന്നിട്ട് കുഞ്ഞിന്റെ പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കൂ. അടുത്തു വരുന്ന 2 കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ തീർച്ചയായിട്ടും ആ പേര് ഞങ്ങൾ ഉൾപ്പെടുത്തും. ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഈ കഥയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.